ഇത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെടാനായിട്ട് ഉള്ളതുണ്ടോ റഹീം? ആരാണ് റഹീം? ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേൾക്കൂ, എന്നിട്ട് ഞാൻ പറയുന്ന ഒന്ന്. ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത്? ഇല്ല, ഹൗസ് ഡ്രൈവർ വിസയിലാണ് പോയത്. ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പോൺസറുടെ മകനാണ് തൊട്ടടുത്തുണ്ടായത്. അവനാണ് മരണപ്പെട്ടത്. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം. റെഡ് സിഗ്നൽ കട്ട് ചെയ്യാൻ വിശ്രമിച്ച് അവൻ ദേഷ്യപ്പെട്ടു. ഭാഷകൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി സ്വയമായിട്ട് മനസ്സിലാക്കാതെ ദേഷ്യത്തിലാണ്. ഏത് ഭാഷ ആയാലും വണ്ടി എടുക്കാത്തതിൻ്റെ പേരിൽ അവൻ തുപ്പിയതാണ്. തുപ്പിയ സമയത്ത് കൈവീശാണ് മുഖത്തിന്, പക്ഷെ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കൊണ്ടത്. പിന്നീട് അറിയാൻ പറ്റും അവന് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരു ഉണ്ടായിരുന്നു. മുഖത്ത് തുപ്പിയപ്പോൾ നമ്മൾ തടുത്തതാണ്. മുഖത്തോട്ട് അടിയാവും, തല പൊക്കി കൈ നേരെ പോയത് കഴുത്തിന്. ഈ കാര്യങ്ങളൊക്കെ അതിന് ശേഷം ആരോടെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? മരണപ്പെട്ട ശേഷം അവനെ ഹോസ്പിറ്റലിലോട്ടും എന്നെ ജയിലിലോട്ടും ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ അല്ലേ? പിന്നെ കോടതിയായിട്ട് പിന്നെ അവിടുന്ന് തർജ്ജമ ചെയ്യുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഭാഷകളൊന്നും അറിയില്ല. മരണപ്പെട്ട കുടുംബം അവർ വേറെ രീതിയിൽ വധശിക്ഷയാണ് അവർ ആവശ്യപ്പെട്ടത്. മരണത്തിന് തുല്യനീതി വേണമെന്ന്. കേട്ടല്ലോ എന്താണ് റഹീം പറയുന്നത്. റഹീം യു എയിൽ വെച്ച് വയ്യാത്ത ഒരു കുട്ടിയെ കൊണ്ട് കാറിൽ പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു യുവാവിനെ കൊണ്ട് കാറിൽ പോകുന്നു. ആ യുവാവ് വയ്യാത്ത കുട്ടിയാണ്. ആ യുവാവ് വഴിയിൽ വെച്ച് റഹീമിനെ തുപ്പുന്നു. റഹീം ശേഷം അടിക്കുന്നു അല്ലെങ്കിൽ കൈ വീശുന്നു. ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് ഒക്കെ എന്ന് പറഞ്ഞ് കൈ വീശുന്നു. ആ യുവാവിൻ്റെ മോന്തക്കേട്ട് അടിക്കാനാണ് ശ്രമിച്ചത്, പക്ഷേ കഴുത്തിൽ കൊള്ളുന്നു. ആ യുവാവ് മരിക്കുന്നു. ഈ കേസിലാണ് റഹീം അകത്ത് പോകുന്നു. ഓക്കെ, സിമ്പിൾ. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വയ്യാത്ത കുട്ടിയെ നോൽക്കാനായിട്ട് ഏൽപ്പിച്ച ആളാണ് റഹീം. അപ്പോൾ ഈ വയ്യാത്ത കുട്ടി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ചേഷ്ടകൾ കാണിക്കുന്ന ഒരു കുട്ടിയാണ്. അതായത് ട്രാഫിക്കിൽ വണ്ടി നിർത്തുമ്പോൾ ട്രാഫിക് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ആയിട്ട് ഈ കുട്ടി നിർബന്ധം പിടിക്കുന്നു, എന്നിട്ട് കുട്ടി തുപ്പുന്നു. അപ്പോൾ എന്തായാലും ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, മാനസിക അസ്വസ്ഥങ്ങൾ ഉണ്ട് എന്ന് റഹീമിന് അറിയാമല്ലോ. അപ്പോൾ അതിനെ നോക്കുന്നതിനും ഇതൊക്കെ സഹിക്കുന്നതിനുമാണല്ലോ റഹീമിന് കൊടുക്കുന്ന ശമ്പളം. ഇങ്ങനെയൊക്കെ നോക്കി ഈ കുട്ടി ഒന്നും ചെയ്യാതെ കൊണ്ടു നടക്കാനായിട്ടുള്ളതാണല്ലോ. അങ്ങനെ ഒരു കുട്ടിയെ റഹീം തിരിച്ചടിച്ചത് ഒന്നാമത്തെ തെറ്റ്. ഓക്കെ, അബദ്ധമാണ് എന്ന് വെക്കാം. അങ്ങനെയുള്ള റഹീമിന് വേണ്ടി റഹീം ജയിലിൽ പോകുന്നു. റഹീമിൻ്റെ ഒരുപാട് കാലം ജയിലിൽ കിടക്കുന്നു, 20 വർഷത്തോളം ജയിലിൽ കിടക്കുന്നു. ഒടുവിൽ മലയാളികളെല്ലാം കൂടി ഒന്നിച്ച് ഈ പറയുന്ന പോലെ ദയാധനം നൽകി റഹീമിനെ ജയിലിൽ നിന്നും പുറത്തിറക്കുന്നു. നല്ല കോടിക്കണക്കിന് രൂപയാണ് മലയാളികളെല്ലാം കൂടെ ചേർന്ന് നൽകിയത്. ആ തുകയുടെ പ്രതിഫലം, ആ തുകയുടെ ഇതുകൊണ്ട് റഹീം പുറത്തിറങ്ങുന്നു. ഓക്കെ, നൈസ്. 18 വർഷമായിരുന്നു. 18 വർഷം കഴിയുമ്പോഴാണ് ഈ ദയാധന ഫാക്ടറൊക്കെ വരുന്നത്. പക്ഷേ 2 വർഷം കൂടെ ജയിലിൽ കിടക്കണമായിരുന്നു. അത് ആ ഒരു 20 വർഷം പൂർത്തിയാക്കാനായിട്ട്. അതിനുശേഷം വെളിയിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഇങ്ങനെ വെളിയിലേക്ക് വന്ന ഒരാൾ ഇത്രമേൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഓക്കെ, അയാൾ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം, ബട്ട് സ്റ്റിൽ ഒരാളെ കൊന്നയാളാണ്, ഒരാളുടെ കൊലപാതകത്തിന് കാരണമായ ആളാണ്. ഇങ്ങനെ ഒരാളെ വെളിയിൽ വിട്ടിട്ട് ഇയാളെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് സന്ദേശമാണ് വെളിയിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടുന്ന് വിട്ട UAEക്ക് കൊടുക്കുന്നത്? അവിടുത്തെ നിയമവ്യവസ്ഥയുടെ ഈ പറയുന്ന ഫാമിലിക്ക് പണം കൊടുത്ത് സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്ന ആ വിശ്വാസപ്രകാരം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ അയാളെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ ആ ഫാമിലിക്ക് എന്തായിരിക്കും തോന്നുക? നാളെ അങ്ങനെ ഒരാളെ ഇങ്ങോട്ട് വിടാനായിട്ട് തോന്നുമോ? മറ്റൊരാൾക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു നീതി കിട്ടുന്നതിൽ, അല്ലെങ്കിൽ ഈ നീതി എന്നല്ല, മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഊരിപ്പോരുന്നതിന് സാധിക്കുമോ? റഹീം വന്നതിൽ കുഴപ്പമില്ല. റഹീം വന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ റഹീമിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ദോഷമായിട്ടുള്ള കാര്യമാണ്. റഹീമിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതൊരു തെറ്റായിട്ടുള്ള പ്രവണതയാണ്. ഇവിടെ എന്താ, റഹീം വരുന്നു, ആളുകൾ പോയി കെട്ടിപ്പിടിക്കുന്നു, അവിടെ ഒരു റീൽ ഷൂട്ട് നടക്കുന്നു, എല്ലാവരും റീല് പങ്കുവെക്കുന്നു. ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് സൂപ്പർ സ്റ്റാറായിട്ട് വരുന്ന പോലെയുള്ള ഒരു സ്വീകരണമാണ് സത്യം പറഞ്ഞാൽ ഈ റഹീമിന് കൊടുക്കുന്നത്. അത് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. വാട്ടെവർ, ഈ പറയുന്ന മരിച്ചുപോയ കുട്ടിക്കും ഒരു കുടുംബവും ഒക്കെ ഉള്ളതല്ലേ. ഒന്നുകൂടെ ബാക്കി കുറച്ച് പാട്ടുകൊണ്ട് നിങ്ങളത് കേൾക്കുക, എന്നിട്ട് ഞാൻ ബാക്കിയും കൂടെ കുറച്ച് കാര്യങ്ങളോട് പറയാം. 48 കോടിയോളം രൂപ അല്ലേ? ഇത്രയും വലിയൊരു തുക പിരിഞ്ഞു കിട്ടുമെന്ന് ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഒരു പ്രതീക്ഷയും. ഇവിടെ എങ്ങനെയാണ് അത് പിരിച്ചതും ജനങ്ങൾ എങ്ങനെ അറിയാൻ സാഹചര്യം അവിടെ വളരെ വിളവായിരുന്നു. കാരണം മൊബൈൽ ഫോണോ ഇല്ല, ഇൻ്റർനെറ്റ് സൗകര്യം ഒന്നുമില്ല ജയിലിൽ. വല്ലപ്പോഴും ഔട്ട് ഗോയിങ് കോൾ വിളിക്കാൻ പറ്റുന്ന, അതായത് 15 മിനിറ്റ് വിളിക്കാൻ പറ്റുന്ന ഒരു അവസരം മാത്രമേ ഉള്ളൂ. വീട്ടിൽ വിളിക്കാൻ, ബാക്കി എംബസിയെ വിളിക്കുന്ന, അന്നേരം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ആക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങിയ സമയത്താണ് ജനങ്ങൾ മൊത്തം ഇത്രയും എമൗണ്ട് ഇവിടെ സ്വരൂപിച്ച കാര്യങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അതിനുവേണ്ടി എല്ലാ സഹകരണവും ചെയ്ത ഇന്ത്യൻ എംബസിയും നിയമസഹായ കമ്മിറ്റികളും ജനങ്ങളും ഒരു പ്രതീക്ഷ നൽകിയതും നാട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റുന്നുള്ള ഒരു സൂചന നൽകിയതെല്ലാം അവസാന ഘട്ടത്തിൽ. അതിനു മുമ്പ് യാതൊരു പ്രതീക്ഷയും നാട് കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയില്ല. ബാക്കിയെല്ലാം അങ്ങോട്ടായിരുന്നു.
മോചനം സാധ്യമാക്കിയ ജനങ്ങൾക്കും റിയാദിലെ ഇന്ത്യൻ എംബസിയും നിയമസഹായ കമ്മിറ്റികൾക്കും സഹായിച്ച ജനങ്ങൾക്ക് ജനങ്ങളുടെ ഒരു ഉത്തരവ് കൊണ്ടാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. എല്ലാവർക്കും നന്ദിയും കടപ്പാടും. അപ്പോൾ റഹീം നന്ദിയുള്ളവനാണ്, റഹീം നീതിയുള്ളവനാണ്, റഹീമിനെ മലയാളികളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നത് എന്നൊക്കെ റഹീമിനറിയാം, റഹീമിന് എല്ലാവരോടും നന്ദിയുള്ളവനൊക്കെയാണ്. അപ്പം വിഷയം എന്താണെന്ന് വെച്ചാൽ റഹീമല്ല, ഇവിടുത്തെ ആളുകളാണ് ഇതിനെ റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് റഹീം ഓക്കെ അബദ്ധത്തിലായാലും ഓക്കെ വാട്ടെവർ, അയാൾ 20 വർഷം ജയിലിൽ കിടന്നു, അയാൾ ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഈ പറയുന്ന പോലെ കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ ഉണ്ടാകേണ്ട സമയമായി. അങ്ങനെ ഒരാൾ വെളിയിലോട്ട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അയാൾ 20 വർഷം കിടന്നു. ഓക്കെ അയാൾ ചെയ്തതിൻ്റെ, അയാൾക്ക് അബദ്ധം പറ്റിയതായാലും അല്ലെങ്കിലും അതിൻ്റെ ഒരു ശിക്ഷ അയാൾ അനുഭവിച്ചു. അയാൾ ഇവിടെ വരുമ്പം ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റുകൊണ്ട് ഇനിയും ആർക്കെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തവരോ ചെയ്യാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആർക്കെങ്കിലും ഇതുപോലെ ഈ പറയുന്ന ഏറ്റവും വലിയ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൂരിപ്പോരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത നമ്മൾ നശിപ്പിക്കരുത്. ഇനിയെങ്കിലും ഈ സെലിബ്രേഷൻ അവസാനിപ്പിക്കുക. കാരണം ഇത് UAE ഗവൺമെൻറ്റൊക്കെ അടുത്ത് ചെല്ലും, ഇത് ആ ഫാമിലിയുടെ അടുത്ത് ചെല്ലും, ഇതുപോലെ ജയിലിൽ കിടക്കുന്ന വേറെ ആൾക്കാരുണ്ട്. അവർ ചിന്തിക്കുന്ന എന്നാ ഇങ്ങോട്ട് ഞങ്ങൾ ദയാദനം മേടിച്ച് വിട്ടാൽ പോലും ഇവൻ അവിടെ ചെല്ലുമ്പോൾ ഇവൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഞങ്ങളുടെ കൊച്ചിനെ കൊന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ കൊന്ന, ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ച ആൾ നാട്ടിൽ ചെല്ലുമ്പോൾ അവൻ സൂപ്പർ സ്റ്റാർ ആവും എന്നുള്ള ഒരു സാധനം കൊണ്ട് ഇനി നീതി കിട്ടാതെ വരും. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക, ഇനി ഇത് തുടരാതിരിക്കുന്നതായിരിക്കും നല്ലത്.